നമസ്കാരം. മലയാളികൾക്ക് പുതിയ അന്വേഷണ ഏജൻസിയെ പരിചയപ്പെടുത്തുന്നതിന് കാരണമായത് ആരാണ്? അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമാണ്. പരിചയപ്പെടുത്തുന്നതാകട്ടെ BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജും. SFIO എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കമ്പനി നിയമം 2013 സെക്ഷൻ 211(1) അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ്. ഇത് നിങ്ങൾക്കറിയാമോ? ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസി കൂടിയാണ്. അതായത് അതിവിദഗ്ധന്മാരായിട്ടുള്ള ഓരോരോ വിഷയങ്ങളിലും സാങ്കേതിക വൈദഗ്ധ്യമുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫോറൻസിക് ഓഡിറ്റേഴ്സ്, IT വിഭാഗം, ക്യാപിറ്റൽ മാർക്കറ്റിൽ അറിവുള്ളവർ എന്നിങ്ങനെയുള്ള ഓരോ വിഭാഗത്തിലും അതിനിപുണന്മാരായിട്ടുള്ള അംഗങ്ങളാണ് ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതായത് കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഇവർ വരുന്നത്. അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന അതിസങ്കീർണമായ കേസുകളാണ് SFIO അന്വേഷിക്കുന്നത്. ഇവർ സമൂഹത്തിലെ വൈറ്റ് കോളർ ക്രൈമുകൾ, അതായത് സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ളവർ നടത്തുന്ന ക്രൈമുകളാണ് അന്വേഷിക്കുക. ഇവരുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. സർക്കാർ നിയമോപദേശം കൊടുക്കും. അതനുസരിച്ച് അവർ പ്രോസിക്യൂഷൻ തുടങ്ങാൻ കഴിവുള്ള ഏജൻസിയാണ്. ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ വരെ അധികാരമുണ്ട്. വീണ വിജയന്റെ കേസിലെടുത്തിരിക്കുന്ന കമ്പനി നിയമം 447, 448 വകുപ്പുകൾ പ്രകാരമാണ്. 447-ൽ വസ്തുതകൾ മറച്ചുവെക്കുക, 448-ൽ തെറ്റായ വിവരങ്ങൾ നൽകുക എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇതനുസരിച്ച് വീണ വിജയൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് SFIO കേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇത്രയേറെ ഗുരുതരമായ കുറ്റകൃത്യമാണോ വീണ വിജയൻ ചെയ്തിരിക്കുന്നത്? CPM-കാർ ഇതിനെ വളച്ചൊടിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കമ്മികളല്ലാത്തവർക്ക് ഇതേക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. അന്തം കമ്മികളുടെ തലയിൽ ഒന്നും കേറില്ലല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും വളരെയേറെ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് വീണ വിജയൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നിയമജ്ഞർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. KSIDCയുടെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്, അതായത് KSIDCക്ക് ക്യാപിറ്റൽ പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് CMRL. ആ സ്ഥാപനത്തിൽ നിന്ന്, അതായത് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ 175 ലക്ഷം രൂപ മാസപ്പടി വാങ്ങിച്ചിരിക്കുന്നു. ഇതിനെ മാസപ്പടി എന്നതിൽ നിന്ന് വെളുപ്പിക്കാൻ 1 വർഷത്തേക്കുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നാണ് CPM പറയുന്നത് എന്ന് മാത്രം. അപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ആ കോൺട്രാക്ട് പബ്ലിക് ഡൊമൈനിൽ ആ കോൺട്രാക്ടിന്റെ ടേംസ് ഒക്കെ കൊണ്ടുവന്നാൽ മതി, അപ്പോൾ വെളുപ്പിക്കാൻ സാധിക്കും. എന്നാൽ അത് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങുന്നു. അതിനെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന നിയമത്തിൽ പറയും. അതായത് ബന്ധുക്കൾ കമ്പനി കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇതൊരു കോർപ്പറേറ്റ് ഗവേണൻസിൽ പെടുന്ന തെറ്റാണ്. അതും SFIOയുടെ അധികാര പരിധിയിൽ വരുന്നത്. SFIO അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ 2 ഏജൻസികൾ ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റെയ്ഡിലാണ് ഈ ബ്രൈബ് എല്ലാം പുറത്തു വരുന്നത്. അതായത് CMRL ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ 135 കോടി രൂപ ബ്രൈബായി നൽകിയിരിക്കുന്നു എന്ന് പുറത്തു വരുന്നു. അതിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ പുറത്തു കൊടുക്കുന്നു. അവിടെ നിന്നാണ് ഇൻകം ടാക്സ് ഇതിൽ ഇടപെടുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇത് ഫൈൻ അടപ്പിച്ച് സെറ്റിൽ ചെയ്യുന്നു. കൊമേഴ്സ് രേഖകൾ ആകുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. അവിടെ നിന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ കിട്ടുന്നു. ROC, അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഇത് SFIOയ്ക്ക് കോർപ്പറേറ്റ് കമ്പനീസ് സെക്ഷൻ 447, 448 ഉപയോഗിച്ച് ഈ കേസ് അന്വേഷിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പല ഏജൻസികൾ ഈ കേസിൽ പടിപടിയായി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വീണ വിജയൻ ഹൈക്കോടതിയിൽ അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. കർണാടക ഹൈക്കോടതിയിലാണ് ഇതൊക്കെ ആദ്യം പറയുന്നത്. ഈ വാദം ഉയർത്തിയപ്പോൾ ഹൈക്കോടതി അതിനെ തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി CMRL SFIOയുടെ ആസ്ഥാന മന്ദിരം നിലനിൽക്കുന്ന ഡൽഹി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാൻ നിന്നത്.
ഡൽഹി ഹൈക്കോടതി ഇതേക്കുറിച്ച് SFIOയോട് ചോദിക്കുമ്പോൾ അവർ കമ്പനിക്കാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. ആ സത്യവാങ്മൂലത്തിൽ അവർ സൂചിപ്പിച്ചത് 135 185 കോടി രൂപയുടെ ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ്. ഇതിൽ ഭീകരവാദ സംഘടനകൾക്കുള്ള ഫണ്ടുകൾ പോയതായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ വിജയന്റെ പേരിൽ 175 ലക്ഷം രൂപയുടേത് കൂടാതെ യാത്രാ ചെലവുകളും താമസ ചെലവുകളും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും CMRL പണം വഹിച്ചതായി കാണുന്നുണ്ട്. ഇതെല്ലാം ചേർത്താണ് സത്യവാങ്മൂലം കൊടുത്തത്. ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ നല്ലൊരു ഉദാഹരണവും എടുത്തു. അത് ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണം കേസായിരുന്നു. ആ കേസിന് സമാനമാണ് വീണയുടെ കേസ് എന്നാണ് പറഞ്ഞത്. വീണ വിജയൻ കമ്പനി സ്ഥാപിച്ചത് കേരളത്തിലല്ല, അത് നമുക്കറിയാം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് മുഖ്യനും വ്യവസായ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്നു. പക്ഷേ അവർ ഇവിടെയല്ല, ബാംഗ്ലൂരിലാണ് ഈ കമ്പനി സ്ഥാപിച്ചത്. ഈ എക്സാലോജിക് സൊല്യൂഷൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ മകൾ 2012 മുതൽ 2014 വരെ RP-Tex ഓഫ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ CEO ആയിരുന്നു. അതായത് RP എന്ന് പറഞ്ഞാൽ രവി പിള്ള. അത്രയും ഒരു സ്വാധീനം അവർക്കുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. അതൊരു തെറ്റൊന്നുമല്ല, പക്ഷേ ആ സ്വാധീനം അവർക്കുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവർ ഒരു കമ്പനി സ്ഥാപിക്കുന്നു. ആ കമ്പനിക്ക് എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് ലോൺ കിട്ടുന്നു. അതും CMRL MDക്ക് പങ്കാളിത്തമുള്ള സ്ഥാപനമാണ്. എന്തായാലും ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം BJP CPM അന്തർധാര ഉണ്ടാകും, ഇത് എങ്ങും ആകില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ഇതിൽ യാതൊരു കൈകടത്തലുകളും നടത്തില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ അന്തർധാരയൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇവിടെ പറഞ്ഞതിൽ നിന്നും കമ്പനികാര്യ മന്ത്രാലയമാണ് ഇതിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നിന്ന് അവർക്ക് പിന്തിരിയാനോ മറ്റൊരു തരത്തിലേക്ക് പോകാനോ സാധിക്കില്ല. നിയമോപദേശം തേടി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഭീകരവാദ ഫണ്ടിംഗ് കൂടി വരുന്നതോടെ അവർ പിടിമുറുക്കും. അതായത് UAPA വരാൻ അധികം കാലതാമസമില്ല. ഭീകരവാദത്തിന് ഫണ്ടിംഗ് വന്നു കഴിഞ്ഞാൽ അറിയാം, അത് രാജ്യവിരുദ്ധ പ്രവർത്തനം കൂടിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ മാത്രമല്ല, പിണറായിയും കരിമണൽ കർത്തയും തീഹാർ ജയിലിലേക്ക് പോകുമെന്നും ഉറപ്പാണ്. ബാക്കി ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ രാഷ്ട്രീയ കേരളത്തിൽ കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി.